നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കാണാം. 10-15 മിനിറ്റ് മതി കേട്ടോ. നാടൻ നെയ്യപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിന് അരി കുതിർത്തി വെച്ചിട്ട് അരയ്ക്കുക പൊടിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു നെയ്യപ്പം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 6 ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 350 ഗ്രാം ഉണ്ട്. ഉരുക്കി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് ഇടിച്ചു പൊട്ടിച്ചെടുക്കാം. അന്നേരം ഒരു 1.5 കപ്പ് ഉണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 കപ്പ് പൊടി എടുത്തിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നത്. അതിലേക്കൊരു 2 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. ബാക്കിയുള്ള വെള്ളം നമുക്ക് അന്നേരം ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നല്ലോണം ഉരുകിയിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ വെള്ള കളറിൽ പതയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതങ്ങ് കോരി മാറ്റിക്കളയണേ. അത് ശർക്കര എല്ലാം അഴുക്കാണ്. അപ്പോൾ അതങ്ങ് വെട്ടി മാറ്റിയതിന് ശേഷം ഒന്നും കൂടെ നല്ലോണം തിളച്ചോട്ടെ കേട്ടോ. ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ഒരേ കനത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അതായത് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്തുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ അങ്ങ് വറുത്തെടുക്കാം. ഇത് ഒരുപാട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ബാക്കി ഇത് നെയ്യിൽ കിടന്നിട്ട് തന്നെ നന്നായിട്ട് മൂത്ത് വന്നോളേ. ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട്, നെയ്യിൽ തേങ്ങാക്കൊത്തും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പാക്കറ്റിലുള്ള അരിപ്പൊടിയാണ്. 250 ml കപ്പിലാണ് അരിപ്പൊടിയൊക്കെ അളന്നെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇതേ കപ്പിൽ തന്നെ നമുക്ക് 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് റവയും കൂടെ ചേർക്കുന്നുണ്ട്. റവ ചേർക്കുന്നത് നെയ്യപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനാണ്. അതേപോലെ തന്നെ 2 നുള്ള് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഒഴിച്ചിട്ട് പൊടിയൊന്ന് കുഴച്ചെടുക്കണം. ശർക്കരപ്പാനി നമ്മൾ അരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കണം. ഒരുപാട് ചൂടോടെ നമ്മൾ തിളപ്പിച്ച ഉടനെ ഒഴിച്ചു കൊടുക്കരുത്. കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് നമുക്ക് അതിലേക്കൊന്ന് കൈ കുത്തിയിട്ട് പെട്ടെന്ന് പൊന്തിക്കാൻ പാകത്തിനുള്ള ആ ഒരു ചൂട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ആദ്യം നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടാണ് തേങ്ങാക്കൊത്ത് വറുക്കാനായിട്ട് പോയത്. അപ്പോൾ തേങ്ങ വറുത്ത് വരുമ്പോഴേക്കും ശർക്കരപ്പാനി കുറച്ചൊന്ന് തണുത്തിട്ടുണ്ടാവുമേ. ഒരുപാട് തണുത്ത് പോയത് ഒഴിക്കരുത്. തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയാൽ മതിയേ. ചെറിയ ചൂടുള്ളതുകൊണ്ട് തന്നെ പൊടി പെട്ടെന്ന് കട്ട പിടിച്ചു പോയി. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കാം. 2-3 പ്രാവശ്യമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉരുക്കി വെച്ചിരിക്കുന്നത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടുള്ള ശർക്കരപ്പാനി പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. പൊടിയൊക്കെ മൊത്തം ഒന്ന് നനഞ്ഞതിന് ശേഷം നമുക്ക് ഇനി വേണമെങ്കിൽ വെള്ളം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. 2 കപ്പ് വെള്ളം എന്തായാലും വേണ്ടവർ ഇതൊന്നും നനഞ്ഞു കിട്ടാൻ. പക്ഷേ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പൊടി വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ടാണ് ആദ്യം തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കി എടുക്കാതിരുന്നത്. ഇപ്പോൾ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്. നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. വെള്ളം അതേപോലെ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കണ്ട കേട്ടോ, വെള്ളച്ചോയ ഉണ്ടാവും. അതുകൊണ്ട് നേരത്തെ നമ്മൾ ശർക്കര ഉരുക്കുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്കൊന്ന് അരിച്ചൊഴിച്ചാൽ മതി. പൊടിയൊക്കെ കട്ടകളില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ തവി വെച്ചിട്ട് തന്നെ ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മാവ് ഇതുപോലെ കോരി ഒഴിക്കുമ്പോൾ താഴേക്ക് ഒഴുകി വീഴണം. ദോശമാവിനേക്കാളും ടൈറ്റ് ആയിരിക്കണേ, പക്ഷേ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ച് ലൂസ്, ആ ഒരു പരുവത്തിനാണ് വേണ്ടത്. ഇത് നമ്മൾ മിക്സാക്കി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് കട്ടകളില്ലാതെ ഉടച്ചെടുക്കണമെങ്കിൽ വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്കിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു തവണ മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോളൂ. അപ്പോൾ ഞാനിതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർക്കാനുണ്ട്. ആദ്യം നമ്മൾ വറുത്തുകോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാക്കൊത്തുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ നിറം കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ട്. നമ്മളൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ ഓഫ് ആക്കുകയാണെങ്കിൽ ആ നെയ്യിൽ തന്നെ ഇരുന്നിട്ടൊന്ന് മൂത്തിട്ട് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് ആയിക്കോളെ. ഇപ്പോൾ പാകത്തിനുള്ളൊരു കളറായിട്ടുണ്ട്, മൂപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. ഈ എള്ള് വേണമെങ്കിൽ നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത സമയത്ത് അവസാനം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട്
അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. വേണമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് മാവിലേക്ക് ചേർത്താൽ മതി. ഇനി ഒരു 6 ഏലക്കായ അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പൊടിയായിട്ടുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ ജീരകം ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരക പൊടി ഉണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി അതല്ല മുഴുവൻ ജീരകം വേണമെങ്കിൽ അതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ നെയ്യിലായിരുന്നു തേങ്ങാക്കൊത്ത് വറുത്തിട്ടുണ്ടായിരുന്നത്, എന്നാലും അവസാനം കുറച്ച് നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കാനുള്ളതല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന നെയ്യപ്പം ആയതുകൊണ്ട് നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 2 നുള്ളു മാത്രം ചേർത്താൽ മതി. മൊത്തത്തിൽ മാവിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തൂല. അതുകൊണ്ട് തവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മാവ് പൊളിക്കാനായിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പം തന്നെ പെട്ടെന്ന് തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ട് എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുന്നവരെ ആ ഒരു സമയം മാത്രം ഇതൊന്ന് മാറ്റി വെക്കാം. നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അടികട്ടിയുള്ള ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണയൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. പുകയുന്നവരെ ചൂടാകണ്ട കേട്ടോ. നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ മതി. ചൂടായി കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മാവൊന്ന് ഇളക്കിയതിന് ശേഷം ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുക്കുക. മാവ് ഒരുപാട് മുകളിൽ നിന്ന് കോരി ഒഴിക്കരുത് കേട്ടോ. എണ്ണേൻ്റെ അടുത്ത് പിടിച്ചിട്ട് പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. മാവൊക്കെ നമ്മൾ നല്ല പാകത്തിന് കലക്കിയെടുത്തിട്ടുണ്ടെങ്കിലും എണ്ണേൻ്റെ ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കിയാൽ ശരിയാവില്ല കേട്ടോ. എപ്പോഴും ഒരു മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് വേണം മാവ് കോരി ഒഴിക്കാൻ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിച്ച് പല വഴിക്ക് പോകും കേട്ടോ. അപ്പോൾ ഒരുപാട് ചൂട് പാടില്ല. എപ്പോഴും മീഡിയം ചൂടുള്ള എണ്ണയിലേക്ക് വേണം ഒഴിക്കാൻ. മാവ് ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ സ്പൂണിട്ട് ഇളക്കിയിട്ട് തിരിച്ചിടാനൊന്നും നോക്കരുത് കേട്ടോ. മാവത് തനിയെ പൊങ്ങി മുകളിലോട്ട് വന്നോട്ടെ. എണ്ണയ്ക്ക് ചൂട് കൂടുതലാണെങ്കിൽ നമ്മൾ ഒഴിച്ച ഉടനെ അങ്ങ് പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരണ്ട, മീഡിയം ചൂടിൽ വെച്ചാൽ മതി. അപ്പോൾ അത് പതുക്കെ സമയമെടുത്ത് പൊങ്ങി വന്നോളും. ഇപ്പോൾ ഇതാ നെയ്യപ്പം തനിയെ പതുക്കെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു 5 സെക്കൻഡ് നേരത്തേക്ക് തൊടുകയോ ചെയ്യണ്ട കേട്ടോ. 5 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. തവിയും കൊണ്ട് തന്നെ കോരി ഒഴിച്ചാൽ മതി. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കോരി ഒഴിക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ ഇതിന് മുകളിലേക്ക് എണ്ണ കോരി ഒഴിക്കണം. പൊങ്ങി വന്ന ഉടനെ തന്നെ നമ്മൾ എണ്ണ കോരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും കേട്ടോ. കാരണം അത് മുകൾ ഭാഗം വെന്ത് വന്നിട്ടില്ലല്ലോ നല്ലോണം, അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുമൊന്നുമില്ല കേട്ടോ. തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. തീ മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. എന്നാലായിരിക്കും ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരിക. അല്ലാതെ നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് വേവുകയും ചെയ്യും. മാവ് കൂടുതൽ ഒഴിച്ചിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഉൾഭാഗം വെന്ത് വരുമില്ല കേട്ടോ. അപ്പോൾ തീ എപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ എണ്ണേൻ്റെ തിളക്കിലൊക്കെ നിന്നിട്ടുണ്ട്. നെയ്യപ്പം നല്ലൊരു കളറും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരു അരിപ്പ് തവി വെച്ചിട്ട് കോരിയെടുത്താൽ മതി. അപ്പോൾ എണ്ണയൊക്കെ പാത്രത്തിലേക്ക് തന്നെ പോയിക്കോളുമല്ലോ. കോരിയെടുക്കുമ്പോൾ തന്നെ നെയ്യപ്പം പാത്രത്തിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ചേർത്ത് പിടിച്ചിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാത്രത്തിലേക്ക് തന്നെ പോയിക്കോളും. ഇത് കണ്ടില്ലേ, അരികൊക്കെ നന്നായിട്ട് നമ്മളെ പട്ടുപാവാടയൊക്കെ ഞൊറിഞ്ഞിട്ടതുപോലെ നല്ല ഞൊറിയോട് കൂടിയിട്ട് നല്ല മൊരിഞ്ഞിരിക്കുന്ന നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നെയ്യപ്പമാണ് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട്. കോരിയിട്ടൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചാലും മതിയേ. അതിന് മാത്രം എണ്ണയൊന്നുമില്ല, സ്ട്രെയിനറിലേക്ക് വെച്ചാൽ മതി. തീ ഇപ്പോഴും മീഡിയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി പെട്ടെന്ന് തന്നെ അടുത്ത തവി മാവ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എണ്ണൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി മാവ് താഴേക്ക് പോയിട്ട് പതുക്കെ തനിയെ മുകളിലേക്ക് പൊങ്ങി വന്നോട്ടെ കേട്ടോ. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ മുകളിലേക്ക് എണ്ണ കോരി ഒഴിക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ അങ്ങ് വറുത്ത് കോരിയെടുക്കാം. എണ്ണൻ്റെ ചൂട് നമുക്ക് പാകത്തിനാക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യത്തെ 2-3 അപ്പം ചിലപ്പോൾ നന്നായി വരണമെന്നില്ല കേട്ടോ. 2-3 എണ്ണൊക്കെ ചുട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് എണ്ണൻ്റെ ചൂട് മനസ്സിലാകും. മീഡിയത്തിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള മാവ് നന്നായിട്ട് തന്നെ പാകം മീഡിയം ചൂടിലേക്ക് കോരി ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ എല്ലാ നെയ്യപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും മാവ് കലക്കി വെക്കുകയാണെങ്കിൽ ഒരു 17-18 നെയ്യപ്പമൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അവസാനത്തെ തവി മാവും കൂടെ കോരി ഒഴിക്കുകയാണ്. അതും കൂടെ ഒഴിച്ച് ആ ഒരു നെയ്യപ്പം കൂടി ചുട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ചിരുന്ന എണ്ണ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് പിന്നെ എണ്ണ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. അതേ എണ്ണ തന്നെയാണ്. ഒരുപാട് എണ്ണ കുടിക്കുന്ന നെയ്യപ്പമൊന്നും അല്ല കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന നെയ്യപ്പമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അരികൊക്കെ കണ്ടില്ലേ, നല്ല പട്ടുപാവാട ഞൊറിഞ്ഞിട്ടതുപോലെ തന്നെയുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. സൈഡ് ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നുണ്ട്.
ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ തൊട്ട് നോക്കുമ്പോൾ. ഇനി ഇതൊന്ന് മുറിച്ചും കൂടെ കാണിച്ചു തരാം. ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. മധുരമൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. ഞാനൊരു 350 ഗ്രാം ശർക്കരയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാവ് കലക്കിയതിന് ശേഷം മാവൊന്ന് രുചിച്ച് നോക്കണം കേട്ടോ. മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. എന്തായാലും ഒരു 375 ഗ്രാമിൽ കൂടരുത് കേട്ടോ. 375 ഗ്രാമിലൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു നെയ്യപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതും അതിൻ്റെ കൂടെയുള്ള ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടിക്കോളേ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.